കോളേജ് ഫീസ് മാത്രമല്ല അതർ ചിലവുകളെ കുറിച്ചിട്ട് നമ്മുടെ സ്കോളർഷിപ്പുകൾ കറന്റ് അവൈലബിൾ. അടച്ച പൈസയുടെ ഏകദേശം ഒരു 90% നിങ്ങൾക്ക് റീഫണ്ട്. നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കീം വഴി ഗവൺമെൻറ് കോളേജിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 വർഷക്കാലം ബിടെക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആകെ മൊത്തം എത്ര രൂപ ചിലവാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും കോളേജ് ഫീസ് മാത്രമല്ല അതർ ചിലവുകളെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാം മുഴുവനായിട്ടും കാണുക. അതായത് നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കീം 2024 നീറ്റ് എഴുതിയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീറ്റിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇന്ന് വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു നീറ്റിൻ്റെ ഫലം 2024 റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇത് സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കോളേജിൻ്റെ ചിലവുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസായിട്ട് ഏകദേശം 8650 രൂപയോളം അടക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് മാത്രമല്ല ചിലവുകൾ, വേറെയും ചിലവുകൾ വരും. അതായത് PTA ഫണ്ടിൻ്റെ ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബസ് ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ എക്സാം ഫീസ്, അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് വേറെയും ഫീസുകളുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എന്തെങ്കിലുമൊക്കെ എക്സാംസ് ഒക്കെ എഴുതി സപ്ലിയൊക്കെ അടിച്ചു, അതിനുവേണ്ടി ഫീസ് അടയ്ക്കണം. പിന്നെ റീവാലുവേഷൻ എഴുതിയതനുസരിച്ചിട്ട് മാർക്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ റീവാലുവേഷന് മാർക്ക് അപ്ലൈ ചെയ്യണം, അപ്പോൾ അതിന് പൈസ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 15000 മുതൽ 16000 രൂപ വരെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ചിലവ് വരും. സെക്കൻഡ് ഇയറിൽ ഏകദേശം ഒരു 16000 രൂപ ചിലവ് വരും. തേർഡ് ഇയറിൽ ഒരു 15000 രൂപ ചിലവ് വരും. ആൻഡ് ഫോർത്ത് ഇയറിൽ 13000 മുതൽ 14000 രൂപ വരെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിക്കെല്ലാം കൂടി ചിലവ് വരും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു എക്സാം ഫീസ്, മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 60000 രൂപയോളമാണ് 4 വർഷത്തിനിടെ നിങ്ങൾക്ക് ചിലവ് വരുന്നത്. ഈ ഒരു 60000 രൂപ ലോസ് ആകുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കോളർഷിപ്പുകൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്കും അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ റിസർവ്ഡോ അൺറിസർവ്ഡോ കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ വരുമാന പരിധിയിൽ താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനും നിങ്ങൾ ഈ ഒരു അടച്ച പൈസയുടെ ഏകദേശം ഒരു 90% നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തെടുക്കാനും സാധിക്കും. അതിനുള്ള സ്കോപ്പുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ആ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് ക്രെഡിറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പകുതിയോ ആകുമ്പോഴേക്കായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്, അക്കൗണ്ടിലേക്ക് തിരിച്ച് ആ ഒരു പൈസ വരുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു നിങ്ങൾ അക്കാഡമിക്സിന് വേണ്ടിയിട്ട് അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുകൂടാതെ സ്റ്റൈഫൻഡും കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫെസിലിറ്റീസിന് വരുന്ന ചിലവാണ്. നോർമലി ഗവൺമെൻറ് ഹോസ്റ്റലുകളിൽ, ഗവൺമെൻറ് കോളേജിൻ്റെ അണ്ടറിലുള്ള ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ ഫീസ് വളരെ കുറവാണ്. റൂം റെൻറ്റ് ഏകദേശം ഒരു 350 രൂപയൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അങ്ങനെ മെസ്സും, അതായത് നിങ്ങളുടെ ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3500 രൂപ, അതൊക്കെ മാക്സിമമാണ്. ഒരു 3000-4000 രൂപയ്ക്കകത്തേ നിങ്ങൾക്ക് ഒരു മാസം ചിലവ് വരുന്നുള്ളൂ. അതായത് ഡെയിലി ഒരു 116 രൂപയുടെ ചിലവാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവാകുന്നത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സെം എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പം ടോട്ടൽ 6 മാസമാണ്. പക്ഷേ ഒരു 5 മാസത്തെ ക്ലാസ്സേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്റ്റഡി ലീവ്, വെക്കേഷൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റിയിട്ട് നമ്മളൊരു 5 മാസം എടുക്കുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം 10 മാസമാണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 10 മാസം നിങ്ങൾക്ക് ആ ഒരു ഹോസ്റ്റലിൽ ചിലവിടാനായിട്ട് വരുന്ന തുകയെന്ന് പറയുന്നത് 35000 രൂപയോളമാണ്. ഇനിയൊരു 4 വർഷത്തെ കാലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1,40,000 രൂപയാണ് ഈ ഒരു 4 വർഷം എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹോസ്റ്റലിൻ്റെ പേരിൽ നിങ്ങൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ നിന്ന് കുറയാനേ ചാൻസ് ഉള്ളൂ, കൂടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇതിലും കുറച്ച് തുകയാവും, പക്ഷേ ഞാനൊരു മാക്സിമം ഇട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാവലിൻ്റെ കാര്യമാണ്. അപ്പം ഒരു 50 കിലോമീറ്ററിനകത്ത്, ഒരു കോളേജിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കോളേജ് തന്നെ നിങ്ങൾക്ക് ബസ് ഫെസിലിറ്റീസ് തരുന്നുണ്ടായിരിക്കും. കോളേജ് ബസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കോളേജിൽ നിന്ന് ഇറങ്ങാം. വളവോ തിരുവോ അല്ലെങ്കിൽ 2 ബസ് മാറിക്കയറോ ഒന്നും വേണ്ട. കൃത്യമായിട്ട് കോളേജ് ബസ്സിൻ്റെ റൂട്ടാണോ നിങ്ങൾ താമസിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ KSRTC യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിൻ ഫെസിലിറ്റി യൂസ് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടും 3 രീതിയിൽ സ്റ്റുഡൻസ് വരാറുള്ളത്. ചിലർ സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ അതിൽ വരും. അപ്പോൾ ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ഒരു ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 രൂപ വൺ സൈഡ് ചിലവ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന് 100 രൂപ ചിലവ് വരും. ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഒരു മാസത്തിൽ 22 ദിവസമാണ് ക്ലാസ് ഉള്ളത്. 22 ദിവസമൊക്കെ ക്ലാസ് ചാൻസ് കുറവാണ്, കാരണം കുറേ അവധികളൊക്കെ വരും. എന്നിരുന്നാലും നമ്മൾ മാക്സിമം ഒരു 22 ദിവസത്തെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മാസം നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഏകദേശം 2200 രൂപയാണ്. 2200 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് അങ്ങോട്ട് പോയി വരാനുള്ള ചിലവ് വരുന്നത്. അത് ഒരു വർഷത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും 22,000 രൂപയാകും. അത് 4 വർഷത്തേക്ക് എടുക്കുമ്പോൾ 88,000 രൂപയോളമാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത്. അതായത് ഹോസ്റ്റൽ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1,40,000 രൂപ മാക്സിമം ആവും. അതും അല്ലെങ്കിൽ
ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോളേജിലേക്ക് പോയി വരുവാണെന്നുണ്ടെങ്കിൽ വർഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 88,000 രൂപയോളം ചിലവാകും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ചില എക്സ്പെൻസുകളാണ്. മറ്റ് ചില എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ചിലർ ബുക്കൊക്കെ കൊണ്ടുപോകും. പക്ഷേ എന്നിരുന്നാലും ഒരു 4th ഇയർ വരെ ബുക്സൊക്കെ റെഫർ ചെയ്ത്, അതായത് നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ബുക്സ്, പേന, പേപ്പർ, പിന്നെ ഓരോ ഇയറിൽ റെക്കോർഡ് ബുക്കുകൾ, അതുപോലെ തന്നെ സ്പൈറൽ ബൈൻഡ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു 4 വർഷം ഏകദേശം ഒരു 8,000 രൂപ മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ചിലവ് വരും. 8,000 രൂപ മുതൽ 10,000 രൂപ വരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവ് വരും. ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, കാരണം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്ന് കോളേജിൻ്റെ ലൈബ്രറി യൂസ് ചെയ്യാം. കോളേജിൻ്റെ ലൈബ്രറി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ ബുക്ക് സ്റ്റോളുകളൊക്കെ അവൈലബിൾ ആണ്, അതായത് സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന ബുക്ക് സ്റ്റോളൊക്കെ അവൈലബിൾ ആണ്. അവിടെ കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും വരുന്നത് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് എല്ലാ സ്റ്റുഡൻസും, ബിടെക്കിന് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും, മിക്ക സ്റ്റുഡൻസും ലാപ്ടോപ്പ് പ്രിഫർ ചെയ്യാറുണ്ട്, ലാപ്ടോപ്പ് മേടിക്കാറുണ്ട്. ഒരു മിനിമം പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 40,000 മുതൽ 60,000 രൂപയ്ക്കകത്തുള്ള ലാപ്ടോപ്പ് ആയിരിക്കും മിക്കവരും പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മിക്ക സ്റ്റഡി മെറ്റീരിയൽസും വെർച്വലായിട്ട് തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് കോളേജ് ലൈബ്രറിയിലുള്ള ബുക്സുകളെല്ലാം തന്നെ ഡിജിറ്റലി അവൈലബിൾ ആയിരിക്കും, ഈ ബുക്സായിട്ട് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഐഡിയും പാസ്വേഡും ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലും ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകളും മെറ്റീരിയൽസും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറെ ചിലവുകൾ എന്ന് പറയുന്നത് കോളേജിലെ പിരിവുകളാണ്. ടെക് ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പിരിവ് കാണും, പിന്നെ കൂട്ടുകാരുടെ ബർത്ത്ഡേ, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ബർത്ത്ഡേ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഫണ്ടൊക്കെ ഇറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർഷം ഒരു 2,000 രൂപ മിനിമം ചിലവാക്കേണ്ടതായിട്ട് നിങ്ങൾ വരും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോജക്റ്റാണ്. പ്രോജക്റ്റ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ മിനി പ്രോജക്റ്റ്, അതുപോലെ തന്നെ മെയിൻ പ്രോജക്റ്റ്, അങ്ങനെ 2 രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് സാധാരണ രീതി കണ്ടുവരുന്നത്. ഇനി IT, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിക്കതും ഓപ്പൺ സോഴ്സ് ആണ്, അതായത് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് കണക്ട് ചെയ്തിട്ട് അവരങ്ങ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് വരുന്നില്ല, കാരണം എന്ന് പറയുന്നത് വെർച്വലി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ പ്രൊജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പോലുള്ള ബ്രാഞ്ചുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റിലെ ഹാർഡ്വെയറുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ട് ഇറക്കേണ്ടതായിട്ട് വരും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ കോളേജ് തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ 2 ടീമുകൾക്ക് ഒരേ എക്യുപ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കോളേജിൽ ഒരു എക്യുപ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടീം ചിലപ്പം പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ രീതിയിൽ ചെറിയൊരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സപ്പോസ് ചില പ്രോജക്റ്റുകൾ, നിങ്ങളുടെ പ്രോജക്റ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ HOD അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാറ്റഗറിയിലുള്ള പ്രോജക്ട്സിന് കോളേജ് തന്നെ ഫണ്ടിങ് അനുവദിക്കും. അങ്ങനെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കേസിലുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ലക്ഷത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു 4 വർഷം പഠിക്കുന്നതിൽ ചിലവാകും. കോളേജ് പഠനത്തിനായിട്ട്, ഗവൺമെൻറ് കോളേജ് പഠനത്തിനായിട്ട് നിങ്ങൾക്ക് ചിലവാകും. ഇതിൽ നല്ലൊരു തുകയെ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വഴിയിട്ട് റീഫണ്ട് ചെയ്ത് കിട്ടാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ഫീസിനെ കുറിച്ചിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു.